ഹലോ ഗായ്സ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ റെസിപ്പി റെഡിയാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 2 നല്ല പുളിയ മാങ്ങയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മാങ്ങ ചെറുതാക്കി കട്ട് ചെയ്ത് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് 1/2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിൽ നമ്മൾ ഇത്തിരി കടുക് ഇട്ട്, ഇത്തിരി അല്ല കുറച്ച് അധികം തന്നെ ഇടാം. കുറച്ച് ഇഞ്ചി അരിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയം വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതിന് ശേഷം നമുക്ക് ഇത്തിരി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു തണ്ട് കറിവേപ്പില നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 4 പച്ചമുളക് എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊക്കെ ഒന്ന് കണ്ട് ഒന്ന് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും 1 സ്പൂണ് നമ്മളെ സാധാ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ പൊടികൾ ആഡ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞ് പോകട്ടോ. ഇനി നമ്മൾ വറുത്ത് പൊടിച്ച ഉലുവൻ്റെ പൊടി ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കി പൊടിച്ച കടുക് ആഡ് ചെയ്യുന്നുണ്ട്. കായത്തിൻ്റെ പൗഡറും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി പൊടികളെല്ലാം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് യോജിപ്പിക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് തന്നെ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഈ സമയം ഇത്തിരി വിനെഗർ ഒഴിച്ച് കൊടുക്കേണ്ടതാണ്, പക്ഷെ ഞാൻ ഒഴിക്കുന്നില്ല. നമ്മുടെ മാങ്ങ നല്ല പുളിയ മാങ്ങ ആയതുകൊണ്ട് പിന്നേക്ക് വെച്ചതാണ്, വേണമെങ്കിൽ ഒഴിക്കാം. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ച് നമ്മൾ മാങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ മാങ്ങ അതിൻ്റെ നമ്മൾ ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന് വെള്ളം ഊറി വന്നിട്ടുണ്ടാവും. ആ വെള്ളത്തോട് കൂടെ വേണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. ആഹാ, എന്താ സ്മെല്ല് നോക്കൂ മക്കളെ, അടിപൊളിയാ. അപ്പോൾ നമ്മൾ അച്ചാർ ടേസ്റ്റ് ചെയ്തൊക്കെ അപ്പോൾ ഇത്തിരി കൂടി പുളിപ്പാവാൻ തോന്നി. അതുകൊണ്ട് ഒരു 1-2 സ്പൂണ് വിനെഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അഥവാ നമ്മുടെ സുർക്ക. അപ്പോൾ നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബായ്.